സാറേ നമസ്കാരം. നമസ്കാരം. ആ പറഞ്ഞോ, ഇരിക്കൂ. എന്താ കാര്യം? സാറേ ഞാൻ ഒരു കാര്യം അറിയാൻ വന്നതാണ്. ഞാൻ നിരന്തരമായിട്ട് 300 രൂപ സാറേ വീട്ടിൽ കറണ്ട് ചാർജ് അടച്ചോണ്ടിരിക്കും. ഇപ്രാവശ്യം ബില്ലിൽ ഒരു 500 രൂപ അഡീഷണൽ ആയിട്ട് വന്നു. അപ്പൊ കറണ്ട് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവും? ഇല്ല സാറേ, ഞങ്ങൾ ഈ മാസം 10-20 ദിവസമായിട്ട് വീട്ടിലും ഇല്ല. മഴയുടെ ഇതുകൊണ്ട് ഞങ്ങൾ ഈ ഫാനൊന്നും ഇടുന്നതുമില്ല. അന്നേരം സ്വാഭാവികമായിട്ടും കറണ്ട് ചാർജ് കുറയല്ലേ സാർ വരണ്ടേ? അത് സുഹൃത്തെ, ചിലപ്പോ ചില ഉപഭോക്താക്കള് എല്ലാ വർഷവും ഉപയോഗിക്കുന്ന കറണ്ടിന് ആനുപാതികമായി ആ വർഷം നമ്മൾ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് സ്വീകരിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ഉപഭോക്താവ് ഉപയോഗിച്ച കറണ്ടിന് ആനുപാതികമായി ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അത് ഇപ്രാവശ്യത്തെ ബില്ലിൽ ആഡ് ചെയ്ത് വരും. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഈ ബില്ല് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ കറണ്ട് ചാർജ് ഒരുപക്ഷെ ഒരു ബില്ലിൽ വന്നാൽ അത് ഇങ്ങനെയായിരിക്കും സാധ്യത. സാറേ ഈ ഉപഭോക്താവിന്റെ കാര്യം സാർ എന്നോട് പറയണ്ട. ഉപഭോക്താവിന് പൈസ ഉണ്ടെങ്കിൽ അവൻ അത് അടച്ചോളും. ഇപ്പം ഞാൻ വർക്കിയുടെ ബില്ലിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഉപഭോക്താവിന് പൈസ ഉണ്ടാവും, പക്ഷെ വർക്കി 300 രൂപ അടച്ചോണ്ടിരിക്കുന്നത്. ഈ 300 രൂപയുടെ കൂടുതൽ ഒരു 500 രൂപയും കൂടെ വന്ന് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രിയ ഉപഭോക്താവേ, വർക്കി, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഓരോ വർഷവും ഓരോ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന കറണ്ടിന് ആനുപാതികമായിട്ടാണ് നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ സ്വീകരിച്ചിട്ടില്ല, അഥവാ അത് സ്വീകരിച്ചത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രാവശ്യത്തെ ബില്ലിന്റെ കൂടെ കയറി വരും. അങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യത. ചില ഉപഭോക്താക്കൾക്ക് സംശയം ഉണ്ടാവും, അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട, ബില്ല് അടച്ചേ പറ്റൂ. അതിപ്പോ ഞാൻ പറഞ്ഞത് സാറിന് വീണ്ടും വ്യക്തമായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കി മാസം 300 രൂപയാണ് കറണ്ട് ചാർജ് അടച്ചോണ്ടിരിക്കുന്നത്. മാസം 300 രൂപ അടയ്ക്കുന്ന എല്ലാ വർഷവും 300 രൂപ അടയ്ക്കത്തോളം നിർബന്ധമൊന്നുമില്ലല്ലോ. ഉപയോഗം കൂടുന്നതനുസരിച്ച് നമ്മൾ കൂട്ടിയല്ലേ പറ്റൂ. അതെങ്ങനെയാ സാറേ ഉപയോഗം കൂടുന്നത്? വർക്കി ആ പാടെ ഉപയോഗിക്കുന്ന 2 ലൈറ്റും 2 ഫാനുവാ. ഇതിനകത്ത് 300 രൂപ നമ്മൾ അടയ്ക്കുന്നുണ്ട്. പിന്നെ ഈ 500 രൂപ അഡീഷണൽ ആയത് എങ്ങനെയാണെന്ന് ഞാൻ സാറിനോട് ചോദിച്ചത്. സുഹൃത്തെ, പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇതാണ് അതിന്റെ രീതി. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ നിന്ന് സാർ നിൽക്കി, വീണ്ടും ഈ ഉപഭോക്താവിന്റെ കാര്യം എന്നോട് പറയരുത്. ഉപഭോക്താവ് അടയ്ക്കേണ്ട പൈസ അവനെ അടച്ചോളും. ഉപഭോക്താവിന്റെ ഈ പൈസ കാണും, അവൻ കൂടുതൽ അടച്ചോട്ടെ. വർക്കിയുടെ 300 രൂപയുള്ള അടയ്ക്കാൻ അത് വർക്കി മാസം അടയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ 500 രൂപ വന്നത് വർക്കിയുടെ 5 പൈസ കിട്ടത്തില്ല. ഇതിപ്പോ ഇവിടെ നിന്ന് വന്ന ബില്ലാണ്. ഇത് എന്റെ ആവശ്യത്തിന് എടുക്കുന്നതല്ല, ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള ബില്ലാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അടയ്ക്കും. അതെന്ത് ഭർത്താനാ സാർ ഈ പറയുന്നത്? സൗകര്യം ഉണ്ടെങ്കിൽ അടയ്ക്കാന്ന് പറഞ്ഞ് ഞാൻ മാസം 300 രൂപ ഇവിടെ കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ട്. ആ 300 രൂപ അതിന് കുറവാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടായിരിക്കും 300 രൂപ ആയിട്ട് ബില്ല് കുറഞ്ഞു വരുന്നത്. അത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ഇവിടെ നാളിന് വരും. അമ്മാതിരി വർത്താനം നിങ്ങൾ എന്നോട് പറയരുത്. അമ്മാതിരി വർത്താനം. വർക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഞാൻ കള്ളനായോ? വന്ന് പറഞ്ഞ ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കള്ളനായി. നിങ്ങൾ ചിലപ്പോൾ കള്ളനാവും. ഇതൊരു സർക്കാർ ഓഫീസാണ്. മര്യാദയ്ക്കും സൂക്ഷിച്ചും സംസാരിക്കണം, മാന്യമായിട്ട് ഇടപെടണം. എന്ത് സർക്കാർ ഓഫീസ് ആയാലും എന്തൊരു കുന്തമായാലും വർക്കിയുടെ കയ്യിൽ നിന്ന് 300 രൂപ കൂടുതൽ ഒരു 5 പൈസ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബില്ല് അടയ്ക്കാൻ സൗകര്യം ഉണ്ട് അടയ്ക്ക്, ഇല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് റെഡിയാക്കി വെച്ചോ. മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്നോ എമർജൻസി കത്തിക്കണമെന്ന് വർക്ക് വിചാരിക്കും. വർക്കിയെ പഠിപ്പിക്കാൻ പറ്റരുത്. നീയൊക്കെ എന്റെ വർക്ക് പൈസ മേടിച്ചോണ്ട് തിന്നും ഞെളിഞ്ഞ് ഞങ്ങൾ സുഖിച്ചിട്ടിരിക്കുക. നീയൊക്കെ വിളിയടാ, ആരെയാ വെച്ച് വിളിയടാ. കട്ട് ചെയ്യാൻ പറ്റവൻ വരുന്നവരെ ഞാൻ കാണിച്ചു കൊടുക്കടാ. വർക്കിയുടെ പൈസ മേടിച്ചോണ്ട് അങ്ങ് തിന്ന് ഞെളിഞ്ഞ് സുഖമായിട്ട് കസേര ഇരുന്നങ്ങ് വലിയുക. മര്യാദയ്ക്ക് സംസാരിക്കണം. ആരും ഇവിടെ നീ ആരാ? നീ ആര്? ഒരു ഗവൺമെന്റ് ഓഫീസിൽ വന്നിട്ട് എവിടെ കുത്തി പിടിക്കാൻ നീ ആരാണ്? നീ പോടാ പുല്ലേ. നീ വർക്കിയോടെ നിന്നൊക്കെ കളി. എടാ വർക്കി ആരാന്ന് ഇതാവരെ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. നീ എടാ ഈ ബുള്ളറ്റ് വർക്കിയുടെ നേരെ കൈ പൊങ്ങിയ ഇപ്പോൾ നിന്റെ കൈ ഇന്ന് രാത്രി കൊണ്ട് ബുള്ളറ്റ് വർക്കി എടുത്തില്ലെങ്കിൽ നീ നോക്കിക്കോ ബുള്ളറ്റ് വർക്കി ആരാന്ന് കാണിച്ചു തരാന്ന്. ബുള്ളറ്റ് വർക്കാണോ? ഇവനാണോ ബുള്ളറ്റ് വർക്കി? കനക, ഇത് കളി കാര്യമാവോട്ടാ. നീ എന്തിനാ അവനെ കൈവച്ചത്? അല്ലാതെ പിന്നെ ഇവൻ ബുള്ളറ്റ് വർക്കാണെന്നുള്ള എനിക്കറിയോ? എടാ, അവൻ കൈയും കാലും വെട്ടു എന്ന് പറഞ്ഞാൽ കൈയും കാലും വെട്ടും. എന്ത് ചെയ്യൂപ്പാ? ഞാൻ ആ മത്തായി വക്കീലിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. സാറേ, ആ ഫാസിലാണ്. ഒരു കുഴപ്പമുണ്ടായി സാറേ. ഒന്നുമില്ല, ഞങ്ങൾ ഓഫീസിൽ നിൽക്കുമ്പേ നമ്മുടെ ആ ബുള്ളറ്റ് വർക്കിയും കനകനും തമ്മിൽ ഒരു ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായി. അവൻ കൈ വെട്ടും കാല് വെട്ടും എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് സാറേ. എന്താ ചെയ്യണിപ്പാ? ആണോ? ആ, ഏയിനെ പിടിച്ചപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കിയത്.
ആ സാറേ, ആ വൈകിട്ട് വരാം. കനക, സാറ് പറയണതേ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുത്തേര്. അപ്പൊ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്കൊരു ബലം കിട്ടുമെന്നാ പറയണ. ഒരു പരാതി കൊടുക്ക, സാറ് പറയണ കേക്കാം. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങൂടാ. എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ചെയ്യണത്, അത് നമ്മള് രണ്ടുപേരും കൊല്ലുവൻ. കൊള്ളാം, മുഖം നോക്കട്ടെ. അയ്യോ എന്തൊരു വിനയം. കിരീടത്തിലെ സേതുമാധവല്ലേ നിൽക്കുന്നത്, ഗുണ്ട എന്തെങ്കിലും ഇട്ട് വന്നു നിൽക്കുന്നവൻ. എടാ നീ ഈ ഉടക്കുണ്ടാക്കിയവൻ്റെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് അറിയാമോ? അവൻ ആരാണെന്ന് അറിയാമോ നിനക്ക്? എടാ അവൻ ബുള്ളറ്റ് വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനോട് കലഹത്തിന് പോവോ? ഇതറിയില്ലല്ലോ. പണി നടന്നേ പിന്നെ ഇവൻ ഇന്ന ആളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അവനെ നമ്മൾ വിചാരിക്കണ കൂട്ടത്തിലുള്ളതൊന്നും അല്ലാത്. ഓഫീസിൽ വന്നിട്ട് പുല്ലേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും പ്രതികരിക്കില്ലേ? ഏരടുത്ത് വെറുതെ കശപിശിക്ക് നിൽക്കുകയാണ്. എന്താ കാര്യം സുഹൃത്തേന്ന് ചോദിച്ചേ ഉള്ളൂ. അവൻ പറയണ പോടാ പുല്ലേന്ന്. അല്ലളിയാ, ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ പേര് പുല്ലെന്നാണോ? ആണോ? എൻ്റെ പേര് പുല്ലേന്നൊന്നല്ലോ. അല്ലല്ലോ. അളിയാ, എന്തോരം പുല്ല് ഇതാ വഴി കിടക്കുന്നത്. അതിലേതെങ്കിലും ഒരു പുല്ലിനാണ് വിളിച്ചതെന്ന് പറഞ്ഞ് പുല്ലങ്ങ് കളഞ്ഞൂടെ? ഇതിപ്പോൾ അതിലൊക്കെ ഒരു ഏറ്റു പിടിക്കാൻ പോയി അവനുണ്ടല്ലോ എത്രയോ വെട്ടുകേസിലെ പ്രതിയാ. പിന്നെ എന്തോ ഭാഗ്യത്തിന് അവൻ വെട്ടിയതാരും ഇതുവരെ തട്ടിപ്പോയിട്ടില്ല. എടാ അത് മനസ്സിലാക്കിയോണ്ടല്ലേ നിന്നോട് വന്ന് പറയണ. നീ നിന്റെ പാർട്ടി സ്വാധീനമൊക്കെ വെച്ചിട്ട് ഇതിലൊന്ന് ഇടപെട്ടൊന്ന് ക്ലിയർ ചെയ്യാൻ നോക്കില്ല. ഫാസിലെ പാർട്ടി ലെവലിലൊന്നും ഇത് ഇടപെടാൻ കൊള്ളില്ല. പണ്ടേ നമ്മളൊരു ആവശ്യത്തിന് പാർട്ടി പ്രസിഡന്റ് അവനെ വിളിച്ചു വരുത്തി എന്തോ ഒന്നിട്ടുണ്ട് പറഞ്ഞോ പ്രസിഡന്റിനെ ഇങ്ങനെ പൊക്കി എടുത്ത് വിടുപ്പില്. അതാണ് അവന്റെ സ്വഭാവം. ക്ലീറ്റസ് ഇത് ഇത്ര പേര് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇവനോട് ഒന്നും രണ്ടും പറഞ്ഞ് ഒരു തള്ളും തള്ളി. അപ്പൊ തന്നെ ഞാൻ പിടിച്ചു മാറ്റുകയും ചെയ്ത്. അവന് കണ്ട് ഇത് വലിയ കാര്യം പോലെ കൈയെടുക്കും കാലെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലും വിളിച്ചൊന്നുമില്ല. ബുള്ളറ്റിൽ ഇങ്ങനെ വരും. ബുള്ളറ്റിൽ വന്നിട്ട് ഒരു കത്തി കൊണ്ട് ഒരു വെട്ട്. നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം. ഈ എടുത്തിയാട്ടം ഉണ്ടല്ലോ, എടുത്തിയാട്ടം, ഇത് നടങ്ങ്. എടാ വന്നത് വന്നുപോയി. ഇവന്റെയൊക്കെ കേസിൽ ഇടപെടാതിരിക്കണാണ് നല്ലത്. വീണ് കിടക്കണവനെ ചവിട്ടല്ലേ, അവനൊരു അബദ്ധം പറ്റി. അത് നമ്മളോടൊന്ന് പറയുമ്പോ നമുക്ക് പറ്റണ ചെയ്യല്ലേ വേണ്ടത്. വിഴുന്ന് കിടന്നാലെന്ത്, അവിടെ കിടന്ന് കൈ കാലം എടുക്കില്ലേ അവൻ. ചാട്ടം കണ്ടില്ലേ അവന്റെ? അതെ, ഞാൻ ആദ്യം വിശദമായിട്ടൊന്ന് പഠിക്കട്ടെ, എന്താണ് നമുക്ക് ഇടപെടാൻ കൊള്ളാവുന്നതെന്ന് മനസ്സിലാക്കട്ടെ. ഇത് ഇത്ര പഠിക്കാനൊന്നുമില്ല. അവനായിട്ട് നേരിട്ട് പോയിട്ട് ഒന്ന് സംസാരിക്കുന്നേ, അത്രേ വേണ്ടു. അവനെ ജാമ്യത്തിൽ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഏതോ ഒരു കേസിന്റെ. കേസ് അതിന് മുമ്പേ ഉണ്ടാക്കി. ചുമ്മാ അല്ലേ ഈ ഗുണ്ടകൾക്ക് ജോലി ഉണ്ടാക്കണം. നിന്നെ പോലെ 5-6 ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ ഇവന്മാരൊക്കെ 24 മണിക്കൂറും ജയിലിലായിരിക്കും. ഇതിൽ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് എന്താണ് ഇടപെടാൻ പറ്റുന്നത്. പാർട്ടിയായിട്ട് ഇടപെടാൻ പറ്റില്ല, ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാത്. ഒന്നോട്ടും ശ്രമിച്ചാൽ മതി. 2-3 ഗുണ്ടകളുടെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ജാമ്യത്തിൽ. നടക്കുന്ന ഒരളിയെ പോങ്ങനാണ്. ഈ കാര്യത്തിന് ഇവൻ കൊള്ളാന്ന് ഇവനോട് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. ഇവൻ ക്ലിയർ ചെയ്യോടാ. ഇതുപോലത്തെ കടകെട്ട കാര്യത്തിന് നിന്റെ അളിയനെ വെല്ലാൻ ഒരാള് കേരളത്തിലില്ല. മാത്രല്ല ഇതിൽ എന്തൊക്കെ അവൻ പറഞ്ഞു കൊടുക്കണത്. എനിക്ക് ചൊറിച്ചിൽ വരും അവന്റെ വർത്തനം കേട്ട് കഴിയുമ്പോൾ. അതും ഒരു ബിസിനസ് കിട്ടിയതിന്റെ ഉത്സാഹമാണ് അത്. ഇടപെട്ടോളത്. ഏട്ടനിത് എന്തും ആവശ്യമുണ്ടാ? ഇവിടെ കാണിക്കണ പോലെ ഓഫീസിൽ പോയി കാണിച്ചാൽ പറ്റുമോ? ഇത് അന്നൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞതാ നിങ്ങളൊന്ന് അടങ്ങാൻ. ഇതിപ്പോ ആരാന്ന് വെച്ചിട്ട് മിണ്ടാണ് നിക്കണ്ട ജമനി. നീ അവളുടെ പുറത്തോട്ട് കറിക്കോടാ. നീ ആരാന്നാ നിന്റെ വിചാരം? നീ വല്ല മന്ത്രിയാണോ? അല്ലല്ലോ, ഒരു സാധാരണ ലൈൻമാൻ. അത് വിചാരിച്ചോളണം. കണ്ണി കണ്ണ ആൾക്കാരെയൊക്കെ തള്ളിയിടാൻ നിനക്ക് ആരാ അധികാരം തന്നത്? നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണ്? ഒന്നും അറിയണ്ട ഇവിടെ ആർക്കും. ഒന്നും അറിയണ്ട. പെണ്ണെ തള്ളിയിട്ട് എന്തിനാ നീ? അതന്ന് അങ്ങനെ ഇഷ്യൂ ഉണ്ടായപ്പോഴല്ലേ? കേസ് വല്ല ഗുണ്ടയോ? നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഒരാൾ വന്നിട്ട് മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചൂണ്ടി വർത്തമാനം പറയുമ്പോ പിന്നെ തിരിച്ചൊന്നും പറയൂലേ? നിന്നെ പോലെ കണ്ണു മൂക്കും വായുള്ളതല്ലേ ഫാസിലിന്? അയാൾ മിണ്ടാതിരുന്നല്ലോ. അവനോടല്ലോ ഇതില് അല്ലാതെ ഈ വീട്ടിൽ കിടന്ന് കാണിക്കണത് പോലെ തന്നെ അവിടെയും പോയി കിടന്ന് കാണിക്കും. വിളിക്കാൻ വേണ്ടത് എനിക്കറിയാൻ വയ്യ. നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് എന്റെ മേക്കിട്ടാറ് നിൽക്കണത് എന്തിനാണ്? എന്നെ ഒരാൾ തല്ലാൻ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനത് കൊണ്ടിട്ട് വരണമെന്നാ നിങ്ങൾ പറയണേ? നിന്നെ മാത്രമല്ല ആൾക്കാർ തല്ലാൻ വരണുള്ളൂ. ഇതെന്തത്? അതെന്താ എനിക്കറിയില്ല. അവന്റെ കയ്യിരിപ്പ്. എന്ത് കയ്യിലിരിപ്പ്? നിന്റെ എന്ത് കയ്യിരിപ്പെന്നാ? എന്റെ അളിയ അയാളെ എന്നോടാണ് വഴക്കിന് വന്നത് ആദ്യം, ഞാനല്ല. എന്റെ ഏട്ടാ അത് വലിയ ഏതാണ്ട് ഗുണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സമാധാനം തരൂല. എടി ഇയാള് ഗുണ്ടയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അവൻ ബുള്ളറ്റ് വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ അടുത്തേക്ക് പോവും. ഇപ്പൊ അറിഞ്ഞല്ലോ. അപ്പൊ ഇനി ഇതുപോലെ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് ഓർമ്മിച്ചോണം, സമൂഹത്തിൽ ഇതുപോലെ ഗുണ്ടകളുണ്ട്, കൊള്ളരുതാത്തമാരും പിടിച്ചൊരുക്കാരൊക്കെ ഉണ്ടെന്ന്. ആരെന്നൊന്നുമില്ല, എല്ലാവരോടും ഒരേ രീതിയിലുള്ള പെരുമാറ്റമാണ് അവന്റെ. ഇനിയിപ്പോ എന്ത് ചെയ്യും ക്ലീറ്റോ ചേട്ടാ? ഇനിയിപ്പം എന്താ ചെയ്യാനെന്നാണ് ഞാനും ആലോചിക്കണേ. ആളെയാൻ പോയിട്ടൊന്ന് കണ്ട് സംസാരിക്കുക, അതാ നല്ലത്. അവസാനം ഇത് പറയുമെന്ന് എനിക്കറിയാം. ഈ വലിയ മനുഷ്യൻ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേടാ നീ തോന്നിയാസമൊക്കെ നടക്കുന്നത് അല്ലേ? ഈ മനുഷ്യനില്ലെങ്കിൽ എന്ത് ചെയ്യും ഇതിനൊക്കെ? മതി ഇനി അവനെ കൂടുതൽ പറയണ്ട. മീശയും താടി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞ ഇനി അവൻ കരയും. പെണ്ണുങ്ങളെക്കാളും ദുർബലമാണ് അവന്റെ മനസ്സ്. പേടിത്തൂറി.
നിങ്ങളൊന്ന് ചെന്ന് പറയാന്നെന്നാ. ഞാൻ പറയാം. പക്ഷേ അവനെന്ന് പറഞ്ഞാലേ പണ്ട് ഞങ്ങളെ പാർട്ടിക്ക് വേണ്ടി വെട്ടും കുത്തുമായിട്ടൊക്കെ നടന്നതാണ്. ഇപ്പൊ തന്നെ ഏതോ ഒരു കേസിന് അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുക, വെട്ട് കേസിൽ. കേക്കടോ നീ എന്ത് ചെയ്യടോ? അവനെ എന്റെ അറിവില് പൈസക്ക് ഇച്ചിരി ആക്രാന്നുള്ള കൂട്ടത്തിലാ. എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാം, ഇതൊന്ന് ഒഴിവാക്കിയാ മതി. എങ്ങനെയാടി എത്ര പൈസ വേണം കൊടുക്കാന്ന് പറഞ്ഞ ഇവിടെ അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടോ പൈസ? എന്റെ സ്വർണം മുഴുവൻ ഞാൻ വിൽക്കും. സ്വർണം നിങ്ങളെ എനിക്ക് വേണമല്ലോ. പൈസ ഒന്നും കൊടുക്കണ്ട, പൈസ ഒന്നും കൊടുക്കണ്ട. ആദ്യം ഒന്ന് കണ്ട് സംസാരിക്കും. പൈസ കൊടുക്കാൻ ആദ്യം അങ്ങോട്ട് പറയണ്ട. ക്ലീറ്റോ ചേട്ടാ, എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാം, ഇതൊന്ന് ഒഴിവാക്കി തന്നാ മതി. പൈസ കൊടുത്താലേ ഇത് ഒഴിവാവുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് കാലാകാലം ഓഫീസിൽ പോകാതെ ഇവിടെ വീട്ടിൽ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാളെ തന്നെ കെട്ടിയൊരുങ്ങി അങ്ങോട്ട് പോകണ്ട ഓഫീസിലോട്ട്. ഓഫീസിൽ എന്തായാലും ഞാൻ പോണില്ല. അയ്യോ അങ്ങനെ പോവാതിരിക്കല്ലേ. അല്ല, ഒരാഴ്ച പോവാതിരിക്കാനല്ല. നാണോ ഇല്ലാത്തവൻ. എന്തെന്നാണ് ക്ലീറ്റ അവനൊരു പറ്റിയാലും നിങ്ങൾ പിന്നെ അതിനായിട്ട് വിഷമിപ്പിക്കണ എന്തിനാ? ഇവനെ രണ്ടെണ്ണം പറ്റിക്കണോ വേണ്ടത് എന്റെ തോന്നിയ ദിവസം കാണിച്ചിട്ട് വന്നിരിക്കണം. ഇപ്പൊ എനിക്ക് പാർട്ടിക്കാരുടെ ഇടയിൽ തല ഉയർത്തി നടക്കാൻ പറ്റാതെ അയക്കാണ്. നിനക്ക് എന്താണ് പ്രശ്നം? നീ ഇതുപോലുള്ള കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളല്ലേ? ഇങ്ങനെ ചീഞ്ഞ് നാറിയ കേസൊന്നും ക്ലീറ്റ എടുക്കാറൊന്നുമില്ല. ഞങ്ങള് വെട്ടിന് വെട്ട്, തല്ലിന് തല്ല്, അതാ ഞങ്ങളെ നയം. അല്ലാതെ പൈസ കൊടുത്ത് കോംപ്രമൈസ് ഒന്നും ഞങ്ങളെ ഇതിൽ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ടെൻഷൻ അടിക്കണ്ട. കാല് പിടുത്തു പോയി. എന്തായാലും ഒരു 10,000-2,000 കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്റെ ഏട്ടൻ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. ക്ലീറ്റോ ചേട്ടൻ പോയി ശരിയാക്കും. ഇനിയെങ്കിലും ഒന്നും പഠിക്കണില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കണേ. ഇതിപ്പോ ഒരു പാഠമായി, ഇനി പഠിച്ചോളൂ. ഇത് കൊറേ പാഠമായി ഇപ്പൊ പഠിച്ചോണ്ടിരിക്കണം. ദേ ഇതോടെ എങ്കിലും ഒന്ന് നന്നാവണം. നീ ഒന്നും മിണ്ടാതിരിക്കാൻ നിനക്ക് എന്തെങ്കിലും കണ്ട നാത്തിന് ഞാൻ മിണ്ടുന്നതാ ഇവിടെ കുഴപ്പം. മതി മതി വേണ്ട. ഈ കൊച്ചിനെ ഓർത്ത് ഞാൻ പോയി സംസാരിക്കാം ഇപ്രാവശ്യം കൂടി. Alien versus Alien.